നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. ഇന്ന് ഒരുപാട് വിഷയങ്ങളുണ്ട്, എല്ലാം CPM-നെ കുറിച്ചാണ്. പലരും ചോദിക്കാറുണ്ട് ഇവർക്ക് എന്ന് ഈ വിഷയം ഉള്ളോ എന്നുള്ളത്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, ഇന്ന് അവർ തന്നെ വാർത്ത സൃഷ്ടിക്കുകയാണ്, നമുക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ചർച്ച ചെയ്ത് വരുമ്പോൾ പത്മകുമാറിനെ പത്തനംതിട്ടയിൽ സസ്പെൻഡ് ചെയ്തതുണ്ട്. അതുപോലെ EP ജയരാജനെതിരെയുള്ള കേസ് എഴുതിത്തള്ളാനുള്ള നീക്കം, ഇൻഡിഗോ വിമാന ആക്രമണത്തിലെ മർദ്ദനം, അതിൽ ഉള്ള സംഭവം, പിന്നെ പി രാജീവും MA ബേബിയും രണ്ട് തിരിച്ചറിവുകളുമായി രംഗത്ത് വന്നു. എന്തുകൊണ്ട് തോറ്റു എന്ന് രണ്ട് സൈദ്ധാന്തിക ഭാഷ സംസാരിക്കുന്ന ആളുകൾ രണ്ടുപേരും ഇന്ന് സാധാരണക്കാരൻ മനസ്സിലാവുന്ന ഭാഷയിൽ സംസാരിച്ചു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇന്ന് നമ്മൾ പക്ഷേ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നാളെ നടക്കാൻ പോകുന്ന ഒരു വലിയ സംഭവമുണ്ട്. അത് ഇന്ന് എല്ലാവരും മറന്നിരിക്കുകയാണ്. നാളെയാണ് നമ്മുടെ തൈക്കണ്ടി വീണയോട് കൊച്ചിയിലെ ED ഓഫീസിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടു. ഈ പ്രോഗ്രാം റെക്കോർഡ് ചെയ്യുന്ന ഈ സമയത്തും വീണ തൈക്കണ്ടി പോകില്ല എന്നോ മറ്റുള്ള വിവരങ്ങളോ കിട്ടിയിട്ടില്ല. നിലവിൽ നോക്കുമ്പോൾ പോകാൻ തന്നെയാണ് സാധ്യത തോന്നുന്നു. ഇനി അങ്ങനെ അല്ല, പെട്ടെന്ന് സന്ധ്യ ആകുമ്പോൾ എനിക്ക് നാളെ പനിയാണ്, എനിക്ക് വരാൻ പറ്റില്ല എന്ന് ED അറിയിക്കുമോ എന്നൊരു സംശയം ഇപ്പോഴും അവിടെ ഉണ്ട്. അറിയിക്കുകയാണെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. അത് കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു ചെല്ലേണ്ടത്. അതിന്റെ പശ്ചാത്തലമൊക്കെ അറിയാമല്ലോ. SFIയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ, അതുപോലെ ആദായ നികുതി ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ ഈ ED എടുത്ത കേസുകൾ ഏതായാലും കർത്തയുടെ കുടുംബാംഗങ്ങളൊക്കെ അവിടെ പോയി കഴിഞ്ഞു. അതെ, എല്ലാവരും പോയി. കർത്തയുടെ ഭാര്യയും മക്കളും ഒക്കെ അവിടെ ചെന്ന് ചോദ്യം ചെയ്യലിന് വിധേയരായി മൊഴി കൊടുത്ത് അതെല്ലാം ചെയ്തു പോന്നു. അപ്പൊ പക്ഷേ അവർക്കൊന്നും ഒരു വാർത്താ പ്രാധാന്യമില്ല. എന്നാലും അവർ വരുന്നതും പോകുന്നതുമായിട്ടുള്ള രംഗങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടു. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നാളെ തൈക്കണ്ടി വീണ, അതായത് പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ എങ്ങനെ EDയുടെ മുമ്പിൽ ചെന്ന് നിൽക്കും, പോകുമോ ഇല്ലയോ, ഇനി പോയില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. എന്തായാലും പോകും എന്ന് ഏതാണ്ട് ഉറപ്പാണ്. ഇതുവരെ കാര്യം നേരത്തെ വീണ തൈക്കണ്ടി പലതവണ ഈ SFIO-യിലോ അല്ലെങ്കിൽ EDയിലോ ഒക്കെ ഹാജരായിട്ടുണ്ടെന്ന് വാർത്ത അല്ലാതെ ആരും അതിന്റെ വീഡിയോ ഒന്നും കണ്ടിട്ടില്ല. അത് രഹസ്യമാണ്, അതീവ രഹസ്യമാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ അന്ന് ഭരണത്തിലിരിക്കുന്നത് പിണറായി വിജയനാണ്. അപ്പൊ ഇന്റലിജൻസ് സംവിധാനങ്ങളെ, പോലീസ്, ഇതെല്ലാം വളരെ പരമരഹസ്യമായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. സൂക്ഷിക്കണം എന്ന് നിർബന്ധമായിട്ട് പിണറായി വിജയൻ തന്നെ അവരോട് പറഞ്ഞു. കേന്ദ്രമായ അന്തർധാരയുണ്ട്. തമിഴ്നാട് സർക്കാർ ഭരിക്കുന്ന സ്റ്റാലിൻ സ്വന്തക്കാരനാണ്. ഇത് സംബന്ധിച്ച് ഒരു തരി വിവരം പോലും പുറത്തു പോകരുത് എന്നുള്ള, അങ്ങനെയാണ് SFIയുടെ മുമ്പിലൊക്കെ പോയി വീണ മൊഴി കൊടുത്ത കാര്യങ്ങളൊന്നും പുറത്തു പോകാതെ ഇരുന്നത്. അതുപോലെ പിന്നീട് എത്രയോ നാൾ കഴിഞ്ഞിട്ടാണ് വിവേക് കിരണിന് EDയുടെ നോട്ടീസ് വന്നത്. വിവേക് കിരൺ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ മകൻ, മുൻ മുഖ്യമന്ത്രിയുടെ മകൻ, അന്നത്തെ മുഖ്യമന്ത്രിയുടെ മകൻ. ഈ മുൻ മുഖ്യമന്ത്രിക്ക് ഇത് വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ അറിയുന്നത്. ഇപ്പം ഞാൻ ഈ CMRL എന്ന് പറയുന്ന കരിമണൽ കർത്തായുടെ കമ്പനി എന്ന് പറഞ്ഞാൽ പൊതുമേഖലാ സ്ഥാപനമാണെങ്കിലും കരിമണൽ കർത്തായുടെ പേരിലാണ് ഈ കമ്പനി അറിയപ്പെടുന്നത്. ഇവർക്ക് ഈ കരിമണൽ ഖനനം നടത്താൻ വേണ്ടി പിണറായി വിജയൻ ചെയ്തു കൊടുത്ത ഒത്താശയുടെ കഥ കഴിഞ്ഞ ദിവസമാണ് ഞാൻ അറിയുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ ആരും എവിടെയും അത് ചർച്ച ചെയ്തതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. ഞാനും കുറേ നാളായിട്ട് ഫോളോ ചെയ്യുന്ന ആളാണ്. എനിക്കതിനെക്കുറിച്ചൊരു വിവരം കിട്ടില്ല. 2019 കേന്ദ്ര സർക്കാർ ഈ ഖനനം നിരോധിച്ചു. പിന്നെ എന്ത് നിയമത്തിന്റെ പിൻബലം കേരളം അത് വകവയ്ക്കാതെ ഖനനം തുടരാൻ അനുവദിച്ചു. അതിന് പക്ഷെ അവരൊരു വലിയ തന്ത്രം പറ്റി. ചുമ്മാതെ ഇപ്പൊ കേന്ദ്രം നിരോധിച്ച ഒരു ഖനനം കേരളത്തിന് നിർബാധം തുടരാൻ സാധ്യമല്ല. കേന്ദ്രത്തിന്റെ ആണല്ലോ നിയമമാണ്. പക്ഷെ കേരളം അവിടെ ഒരു നിയമം പ്രയോഗിച്ചു. എന്ത് നിയമമാണെന്നറിയോ? ദുരന്ത നിവാരണ നിയമം. ഈ ദുരന്ത നിവാരണ നിയമം പ്രയോഗിച്ച് അത് വെച്ച് ഓർഡർ ഇറക്കി. ദുരന്ത നിവാരണ സമിതി 2018 വെള്ളപ്പൊക്കം വന്നു. അപ്പോ അത് വെച്ചിട്ട് അത് ഞാൻ കഴിഞ്ഞ ദിവസമാണ് ഇതിന്റെ വിശദമായ ഇത് ഇറക്കിയത്. എന്താണ്? കരിമണൽ ഈ കേരളത്തിന്റെ പടിഞ്ഞാറൻ തീരത്ത് വ്യാപകമായിട്ടുള്ള കരിമണൽ കടലാക്രമണത്തിനും പിന്നെ മറ്റ് പല പ്രകൃതിക്ഷോഭങ്ങൾക്കും കാരണമാകും. അപ്പോൾ ഈ തീരപ്രദേശത്തുള്ള ജനങ്ങളെ ഇതിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് ഈ ഭാഗത്തെ മണൽ ഖനനം ചെയ്ത് മാറ്റുക. രക്ഷകനായ ക്യാപ്റ്റന്റെ കരുതലായിരുന്നത്. അതാണ് ഓർത്തോണം. നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്. തീരത്തെ കരിമണൽ ഖനനത്തിന് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ അനുമതി കിട്ടി. എങ്ങനെയാണ്? ആരോഗ്യ വകുപ്പിന്റെ കീഴിലായിരുന്ന പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനെ പിണറായി വിജയൻ എവിടേക്ക് മാറ്റി? പിണറായി വിജയന്റെ സ്വന്തം കയ്യിലേക്ക് മാറ്റി. പിന്നെ പിണറായി വിജയൻ പറയുന്നിടത്തെല്ലാം പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് അനുമതി കൊടുക്കേണ്ടി വന്നു. ഏതായാലും ഭാവിയിൽ MBA വിദ്യാർത്ഥികൾക്ക് പഠിക്കാവുന്ന നല്ലൊരു വിഷയമാണ് ഇവരുടെ ഈ ഒരു മാനിപ്പുലേഷൻ. അതാണ് എങ്ങനെ ബിസിനസ് ഭംഗിയായി നടത്താമെന്നുള്ളത് ഇവരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഈ ദുരന്ത നിവാരണ അതോറിറ്റി റവന്യൂ വകുപ്പിന്റെ കീഴിലുള്ളതാണ്. ഈ റവന്യൂ വകുപ്പിന്റെ കീഴിലുള്ള ദുരന്ത നിവാരണ അതോറിറ്റിയെ കൊണ്ട് വലിയ ഒരു ഓർഡർ ഇറക്കിച്ചു. ഇതായത് ഈ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ചില ഓർഡറുകൾ ഇറക്കാൻ പറ്റുന്ന ചില സാഹചര്യങ്ങളുണ്ട്.
ആ സാഹചര്യം ഇവിടേക്ക് അട്രാക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ് അവിടേക്ക് ഇറക്കി ആണ് ഈ CPI-ക്കായിരുന്നല്ലോ റവന്യൂ വകുപ്പ് കൊടുത്ത് ഈ ഖനനം തുടർന്നുകൊണ്ടേയിരുന്നു. അതിലൊക്കെ ഉപരി ഈ ഖനന സ്ഥലത്തേക്ക് ജനങ്ങളുടെ ഒരു പ്രതിഷേധം എല്ലായിടത്തും ഉണ്ടായിരുന്നല്ലോ, എല്ലാ സമരവും മറ്റു ബഹളവും ഒക്കെ ഉണ്ടായി. അത് എങ്ങനെയാണ് ഇയാൾ അടിച്ചമർത്തിയത്? തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള സകല പോലീസിനെ ഇറക്കി നിർത്തിക്കൊണ്ടാണ് ഈ ചെയ്തത്. വന്നവനെ ഒക്കെ തല്ലി കൊന്നേക്കാനായിരുന്നു അന്നത്തെ ഉത്തരവ്. ഒരുത്തനും വന്നേക്കരുത്, എല്ലാവരെയും തല്ലി കൊന്നേക്കണം. അങ്ങനെയാണ് ഈ കരിമണൽ കർത്ത നിർബാധം ഖനനം നടത്തിയത്. ഓർത്തോണം, ഈ സംസ്ഥാനത്ത് നിലവിലുള്ള ഒരു നിയമത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ നിയമം മറികടന്നാണ് ഈ കരിമണൽ മുഴുവൻ. കേരളത്തിലെ കുറെ ഒരു 50,000 ലക്ഷം ജനങ്ങളെ വിഷം കൊടുത്ത് കൊല്ലാനെങ്ങാൻ ഇതുപോലെ കമ്മീഷൻ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇവർ അതും ചെയ്യുമായിരുന്നാണ് ഇപ്പം തോന്നുന്നത് കണ്ടിട്ട്. അല്ല, അതിനകത്ത് വേറെ ഒരു കാര്യമുണ്ട്. ഈ കരിമണൽ ഖനനം നടത്തുന്നതിന് എന്തോ കെമിക്കലൊക്കെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ അതെല്ലാം അവിടുത്തെ ആളുകൾക്ക് ഇപ്പൊ ക്യാൻസർ പോലുള്ള രോഗങ്ങളൊക്കെ പെട്ടെന്ന് വരാൻ സാധ്യത. നമുക്കറിയാം, ഈ വിഴിഞ്ഞത്ത് കപ്പൽ മുങ്ങിയിട്ട് വന്ന പെല്ലറ്റ് വലിയ കുഴപ്പമാണ്. ഇപ്പം ആൾക്കാർ, പരിസ്ഥിതിവാദികൾ അടക്കം കരക്കേറി മണൽ ഇടഞ്ഞ് ഇതിനകത്ത് പെല്ലറ്റ് വാരിയെടുക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അത് എത്രത്തോളം വിജയിക്കാൻ പറ്റും? ഈ തരി പോലെ കിടക്കുന്ന പെല്ലറ്റ് എങ്ങനെ നമുക്ക് വാരിയെടുക്കാൻ പറ്റും? അപ്പോൾ തീർച്ചയായും വീണ വിജയൻ, അല്ലെ വീണ തൈക്കണ്ടി എന്ന് പറയുന്ന മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളിലൂടെ ഇത്രയും കോടിക്കണക്കിന് രൂപ കൈക്കൂലിപ്പണം പിണറായിക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതിന് യാതൊരു തർക്കവും വേണ്ട എന്നുള്ളതിന് ഉദാഹരണമാണ് കേന്ദ്ര നിയമം മറികടന്നുള്ള കരിമണൽ. ഏതായാലും രക്ഷകന്റെ വേഷം എന്തായാലും കൊള്ളാം. രക്ഷകന്റെ വേഷം അണിയുക എന്ന് പറയുന്നത് ഗംഭീര സംഭവമാണ്. അവിടുത്തെ സാധാരണക്കാര ജനങ്ങളെ ഈ കരിമണൽ കാരണം വെള്ളം കയറി മരിക്കണ്ടെന്ന് കരുതി ക്യാപ്റ്റൻ രംഗത്തിറങ്ങിയാണ്. ഈ കപ്പൽ മുങ്ങില്ല സാർ, നമുക്കൊരു ക്യാപ്റ്റൻ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ നിങ്ങളുടെ നാട്ടുകാരി മന്ത്രി? അത് കറക്റ്റ് ആയപ്പോ ഈ ക്യാപ്റ്റൻ ഈ നാട്ടിലുള്ള നിയമം ദുരുപയോഗം ചെയ്ത് തുരക്കുകയായിരുന്നു ഇവിടെ. അത് തുരന്നതാണ്. ആ തുരന്ന വഴിക്ക് മേലനങ്ങാതെ കിട്ടിയ നോക്കുകൂലിയാണ് ഈ 2.78 കോടി. അത് ഒരാളിൽ നിന്ന് മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഇന്ദ്രനെയും ചന്ദ്രനെയും പേടിയില്ലാത്ത, മടിയിൽ കനം ഇല്ലാത്ത പിണറായി വിജയന്റെ മകൾ നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോവുക എന്നുള്ളത് നമുക്കറിയാം. ഇതിപ്പോൾ ഈ പറഞ്ഞ സംഭവം കള്ളപ്പണം വെളുപ്പിക്കലിന്റെ ഭാഗമായിട്ടാണല്ലോ ചെല്ലുന്നത്. ഈ കള്ളപ്പണം വെളുപ്പിക്കലിന്റെ ഭാഗമായിട്ട് അവിടെ ചെല്ലുന്നു, അതിന്റെ ചോദ്യം ചെയ്യലിന് വിധേയമാകുന്നു. ഇടിക്ക് വേണമെങ്കിൽ അറസ്റ്റ് വരെ ചെയ്യാം. പക്ഷെ അതിനുള്ള തെളിവില്ലെന്നൊക്കെ പറയുന്നു. ഇനി അവരെന്തെങ്കിലും വകുപ്പുകൾ ഇതിനായിട്ട് കണ്ടെത്തിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. എന്താണെങ്കിലും ശരി, ആരാണെങ്കിലും അറസ്റ്റുള്ള വകുപ്പ് കണ്ടെത്താൻ ഒരു സർക്കാർ സ്ഥാപനം വിചാരിച്ചാൽ സുഖമായിട്ട് സാധിക്കും. അത് ഇത്തരത്തിലുള്ള ഒരു ED പോലുള്ള ഒരു സ്ഥാപനം. പിണറായി വിജയന്റെ കാലത്ത് എന്തൊക്കെ വകുപ്പുകളാണ് ഓരോരുത്തർക്കും അവർക്ക് ഇഷ്ടമല്ലാത്തവർക്കെതിരെ ഇട്ട്. ഇപ്പം അന്ന് ഈ വകുപ്പുകളൊക്കെ ഇട്ട് കലാപാഹ്വാനം വിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാരെ ജയിലിലടച്ചത് പിണറായി വിജയന്റെ ഭരണകാലത്താണ്. ഏതായാലും നാളെ എറണാകുളത്ത് ഇഷ്ടികയ്ക്ക് വലിയ ഡിമാൻഡ് ആയിരിക്കും സാധ്യതയുണ്ടോ? ഇല്ല, ഇനിയിപ്പോ വരികയല്ല. എല്ലാവർക്കും മതിയായി. അകത്ത് പോയവന്മാർക്കൊന്നും ഇതുവരെ ഇപ്പൊ 1 മാസത്തോളം അടുത്താകാറായി. എന്തായാലും വീണമോൾക്ക് വേണ്ടി അകത്ത് പോയ രക്തസാക്ഷിത്വം വരിച്ച വീര രക്തസാക്ഷികളെല്ലാം ഇപ്പോഴും അകത്ത് കിടക്കുകയാണ്. 8 പേരെ വീതം ഇറക്കി. പുന്നപ്ര വയലാർ സമരം കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഏറ്റവും ധീരമായ സമരം നടന്നത് ഈ തിരുവനന്തപുരത്ത് ബേക്കറി ജംഗ്ഷനിലാണ്. അതെ, അപ്പൊ 2ാം വിപ്ലവമായിരുന്നത്. അപ്പൊ എന്താണെങ്കിലും ശരി, നാളെ വീണ തൈക്കണ്ടി ഹാജരാകും. നാളെ തൈക്കണ്ടിയെ ഹാജരായി ചോദ്യം ചെയ്ത് വിട്ടയക്കുമ്പോൾ ചിലപ്പോൾ ഇവർ ഒന്ന് വിജൃംഭിച്ചേക്കാം. വീണമോളെ വിട്ടയച്ചു, അവിടെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞൊന്ന് വിജൃംഭിച്ചേക്കാം. ചിലപ്പം അതിന് നിൽക്കുകയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ പിന്നാലെ ഇതിലും വല്ലതും വരുന്നുണ്ടോ ഉണ്ടാവുമല്ലോ. അല്ല, കേന്ദ്ര സർക്കാർ ED വിചാരിച്ചാൽ ഒരാളുടെ സകല സമ്പാദ്യങ്ങളും കണ്ടെത്താനുള്ള മാർഗ്ഗം അവരിലുണ്ട്. അവർക്ക് നിസ്സാരം സാധിക്കാന്നുള്ളതേ ഉള്ളൂ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, എപ്പോഴും പറയാറുള്ളത് പോലെ, അന്തർധാരകളും ഈ പ്രവാസി വ്യവസായികളുടെ ഇടപെടലുകളും ഒക്കെ തന്നെയായിരിക്കും ചിലപ്പോൾ അതിൻ്റെ ഒരു തടസ്സം സാധ്യതയുള്ളത്. പക്ഷെ അത് ആ തടസ്സങ്ങളൊക്കെ മറികടന്നുകൊണ്ട് EDക്ക് കടന്നുപോയി ഇക്കാര്യത്തിൽ ഒരു ശക്തമായ നടപടി എടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം സത്യം പറഞ്ഞാൽ ഇപ്പോഴും എനിക്ക് വലിയ ആത്മവിശ്വാസം തോന്നുന്നില്ല അക്കാര്യത്തിൽ. അല്ല, ഇതിനകത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ കേന്ദ്ര ഗവൺമെന്റുമായിട്ടുള്ള ഒരു അവിശുദ്ധ ബന്ധം നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഒരു അദൃശ്യ ബന്ധം നമ്മളൊക്കെ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു കാര്യമായിരുന്നു. ഈ സ്വർണ്ണക്കടത്ത് കേസിൽ സ്വർണം കൊണ്ടുവരികയും ഇവിടെ കൊണ്ടുവന്ന് മറ്റേ നയതന്ത്രവാഹിയിൽ കൊണ്ടുവരികയും ഈന്തപ്പഴത്തിൽ കൊണ്ടുവരികയൊക്കെ ചെയ്തത് നല്ല വൃത്തിക്ക് ഇവിടുത്തെ BJP നേതാക്കൾക്ക് അറിയായിരുന്നു. ഇവിടുത്തെ മുതിർന്ന BJP നേതാക്കൾ പിണറായി വിജയൻ ഈ ആഴ്ച അറസ്റ്റിലാകുമെന്ന് വരെ പ്രസ്താവന നടത്തിയത് ആ ഒരു ആത്മവിശ്വാസത്തിന്റെ പുറത്താണ്. K. സുരേന്ദ്രനായിരുന്നു അന്ന് പ്രഖ്യാപനം നടത്തി സംസ്ഥാന പ്രസിഡന്റ് എനിക്ക് തോന്നുന്നു. അപ്പോൾ അന്ന് V. മുരളീധരനും K. സുരേന്ദ്രൻ്റെയൊക്കെ കാലഘട്ടത്തിലാണ് ഇത് നടക്കുന്നത്. നമ്മളൊക്കെ വിചാരിച്ചിരുന്നത് ഈ ഉടൻ ഇവരെ അറസ്റ്റ് ചെയ്യും. ആ രീതിയിൽ മാധ്യമങ്ങൾ മുന്നോട്ട് പോയി തെളിവുകളും
മറ്റു കാര്യങ്ങളൊക്കെ അതേപോലെ വന്നു. പക്ഷേ ഈ മല പോലെ വന്നത് എലി പോലെ പോവുകയും ഈ പറയുന്ന ശിവശങ്കർ എന്ന് പറയുന്ന ഒറ്റയാളിൽ സ്വപ്ന സുരേഷിനും പിന്നെ 2-3 അവരുടെ അതെപ്പോഴും അങ്ങനെയാണല്ലോ. ഈ CN രവീന്ദ്രൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ APS അയാൾ അടക്കമുള്ളവർ അകത്ത് പോകേണ്ട കേസാണ്. പക്ഷേ എന്ത് സംഭവിച്ചു? അപ്പോഴേക്കും ഇവിടെ ട്വിസ്റ്റ് ഉണ്ടാകുന്നു. ഇവർ തമ്മിൽ കൊടകര കുഴൽപ്പണ കേസ് വരുന്നു. ഇവര് EDക്കെതിരെ വിജിലൻസിനെ കൊണ്ട് കേസെടുപ്പിക്കുന്നു. അങ്ങനെ കുറെ ഗിമ്മിക്കുകൾ കാട്ടി കേന്ദ്രവും സംസ്ഥാനം തമ്മിൽ ഒരു ഏറ്റുമുട്ടലിന്റെ പാതയിലേക്ക് വന്നു. അപ്പൊ എന്ത് സംഭവിക്കുന്നു? ഇവര് തമ്മിൽ ഒരു രഹസ്യമായ അണ്ടർസ്റ്റാൻഡിംഗ് അങ്ങനെയാണല്ലോ വരുന്നു. എന്റെ പുറം നീ പറഞ്ഞാൽ നിന്റെ പുറം ഞാനും പറഞ്ഞു തരാം. അങ്ങനെയാണ് ഇത് ഊരിക്കൊണ്ട് പോകുന്നത്. അത് നമ്മൾ പറയേണ്ട കാര്യമുണ്ട്. ആ സ്വർണ്ണക്കടത്ത് കേസ് അങ്ങനെയാണ് ഇവിടുന്ന് ഇല്ലായ്മയെന്ന് വാനിഷാവുക എന്ന് പറയും. അതിനുശേഷമാണ് ഈ SFIയുടെ കേസ്. ഇതും ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുൻപ് വരെ വളരെയധികം ചവിട്ടി താഴ്ത്തപ്പെട്ട് അമക്കി വെച്ചിരുന്ന കേസാണ്. എന്നാൽ പാർലമെന്റ്, പഞ്ചായത്ത്, ഈ നിയമസഭ, ഈ 3 തെരഞ്ഞെടുപ്പുകളിൽ തിരിച്ചടി നേരിട്ടപ്പോൾ BJPക്ക് കാര്യം മനസ്സിലായി. കോൺഗ്രസ് ഇവിടെ ശക്തി പ്രാപിച്ചു, CPM ഇവിടെ ദുർബലമായി, ഞങ്ങൾ ഇനിയും ഇവിടെ അന്തർധാര നടത്തിക്കൊണ്ടിരുന്ന ഞങ്ങളാരും അബദ്ധത്തിലാവും. കാരണം മുമ്പൊക്കെ BJP സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് ജയിക്കാനല്ല എന്നാണ് വ്യാപകമായി പ്രചരിപ്പിച്ചത്. പക്ഷേ ഇപ്പൊ അത് മാറി. BJP സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് ജയിക്കാൻ വേണ്ടി തന്നെയാണെന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തി. അടുത്ത തെരഞ്ഞെടുപ്പിലും കൂടുതൽ നേട്ടം കേരളത്തിന്റെ ഭരണം അവർക്ക് പിടിക്കണം എന്നുണ്ട്. അങ്ങനെ ആത്മാർത്ഥമായിട്ട് മുന്നോട്ട് വന്നു. അങ്ങനെയാണ് ഇപ്പോൾ ഈ പറയുന്ന കോടതിയുടെ വിലക്ക് നീർന്നുകൊണ്ടതിന് ED സജീവമായി രംഗത്തെത്തുകയും ഈ വീണ തൈക്കണ്ടിക്ക് പിന്നാലെ കൂടുകയും ചെയ്തിരിക്കുന്നത്. അതിനകത്ത് രാഷ്ട്രീയമുണ്ടോ എന്ന് ചോദിച്ചാൽ രാഷ്ട്രീയമൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല. രാഷ്ട്രീയം ഉണ്ടായിരുന്നു ഇത് ഒതുക്കുന്ന കാര്യത്തിൽ. ഇതിനകത്ത് എന്താണെങ്കിലും നാളെ വീണമോള് എന്ത് ചെയ്യും? വീണമോളുടെ പ്രൊട്ടക്ഷന് വേണ്ടി പിതാശ്രീ എന്തൊക്കെയാണ് ഒരുക്കുക നിശബ്ദരായിട്ടിരിക്കുക. അത് പറഞ്ഞു വരുമ്പോൾ തന്നെ നമുക്ക് ചിറ്റപ്പനിലേക്ക് വരാം. ചിറ്റപ്പനവരുടെ ഒരു സംഘത്തിൽപ്പെട്ട ഒരാളാണല്ലോ. ഇപ്പൊ അല്പം അത്ര നല്ല ബന്ധത്തിലല്ലെന്ന് തോന്നുന്നു. ചിറ്റപ്പൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, മുൻ മന്ത്രിയായിട്ടുള്ള വ്യവസായ മന്ത്രിയായിരുന്നു അല്ലേ? EP ജയരാജന്റെ ഒരു പഴയ ഒരു കേസ്, പ്രത്യേക ആക്ഷൻ അദ്ദേഹം കാണിച്ചതായിരുന്നു വിമാനത്തിൽ വെച്ച്. ഒരു പഴയ കേസ് അത് എഴുതി തള്ളാൻ നടത്തിയ ഒരു നീക്കം ഇന്ന് കോടതി തടഞ്ഞു. ആ കേസ് തുടരാം, അന്വേഷണം തുടരാം എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. പോലീസിന്റെ റിപ്പോർട്ട് കോടതി എടുത്ത് ചവറ്റുകോട്ടയിൽ അത് അറിയാമല്ലോ. അതെ, മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയൻ വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിച്ചപ്പോൾ അവരെ കയ്യേറ്റം ചെയ്തതാണ് EP ജയരാജന്റെ പേരുള്ള കുറ്റം. അപ്പോൾ അന്ന് 2 കൂട്ടർക്കുമെതിരെ കേസെടുത്തു. അന്നാണെന്ന് തോന്നുന്നു EP ജയരാജൻ ഇൻഡിഗോ ബഹിഷ്കരിച്ചു. ഇൻഡിഗോ അദ്ദേഹം ബഹിഷ്കരിച്ചു. ഇനി ഈ ഇൻഡിഗോ എന്ന് പറഞ്ഞ സാധനത്തിലാണ് ഞാൻ കേരളത്തിൽ അത് പ്രഖ്യാപിച്ചു. ഇനി വേണ്ട, ഞാൻ ട്രെയിനിൽ വരുമെന്ന് പറഞ്ഞു. കണ്ണൂരും തിരുവനന്തപുരം വെറുത്തുപോയി, ആരും കയറരുതെന്ന് പറഞ്ഞ അദ്ദേഹം. വന്ദേ ഭാരതൊക്കെ വന്നത് അപ്പോഴത്തേക്കും EP ഹാപ്പിയായി. ഫ്ലൈറ്റ് ഇല്ലെങ്കിൽ ഏതാണ്ട് ഫ്ലൈറ്റ് പോലെ ഇരിക്കുന്ന ട്രെയിനിൽ യാത്ര ചെയ്യാമെന്നുള്ള അവസ്ഥ വന്നു അദ്ദേഹത്തിന്. അപ്പോൾ അന്ന് ശരിക്കും പറഞ്ഞാൽ 2 യുവാക്കൾ അവിടെ നിന്ന് കയറി. അവര് ഈ വിമാനം ഇവിടെ ലാൻഡ് ചെയ്ത് യാത്രക്കാർ പുറത്തോട്ടിറങ്ങുന്ന സമയത്ത് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പിണറായി വിജയനെ കരിങ്കൊടി വീശി. ഈ EP ജയരാജനും ഗൺമാനായിരുന്ന അനിൽകുമാറും ചേർന്ന് ഈ യുവാക്കളെ ക്രൂരമായി മർദ്ദിച്ചു, നല്ലപോലെ മർദ്ദിച്ചത് കൂടാതെ പോലീസിനെ ഉപയോഗിച്ച് CISF ആണല്ലോ. അതെ, മാത്രമല്ല അവരെ വിമാനത്തിന് പുറത്ത് കൊണ്ടുവന്നിരുത്തിക്കുന്ന വിഷയം നമ്മൾ കണ്ടാണ്. നാട്ടിലങ്ങും ഇല്ലാത്ത വകുപ്പുകൾ, ഏവിയേഷന്റെ വകുപ്പുകൾ വരെ ചുമത്തിക്കൊണ്ട് ഇവരെ റിമാൻഡ് ചെയ്ത് ജയിലിലടച്ചു. അപ്പോൾ അവർ മജിസ്ട്രേറ്റിനോട് പറയുകയാണ് ഞങ്ങൾക്ക് മർദ്ദനമേറ്റു. അങ്ങനെ മജിസ്ട്രേറ്റിന്റെ നിർദ്ദേശപ്രകാരമാണെന്ന് തോന്നുന്നു ഈ ശംഖുമുഖം പോലീസ് ഇയാൾക്കെതിരെ കൗണ്ടർ കേസ്. ആ കേസാണ് ഇപ്പോൾ കോടതി ഇവർ സമീപിച്ചത്. ഏതായാലും EP ഞാൻ കേസൊന്ന് പഠിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. വിശദാംശങ്ങൾ ഞാനൊന്ന് മനസ്സിലാക്കട്ടെ, അതിന് ശേഷം തുടർ നടപടി സ്വീകരിക്കാമെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഇതിപ്പോൾ നമ്മുടെ വേൾഡ് കപ്പ് ഫുട്ബോൾ നടക്കുന്ന സമയമാണ്. കഴിഞ്ഞ തവണ അദ്ദേഹം പറഞ്ഞ മെസ്സി കപ്പും കൊണ്ട് പോകൂ എന്ന് പറഞ്ഞ ഒരു വലിയ ഒരു സംഭവമാണ്. അദ്ദേഹം അങ്ങനെ കുറച്ച് കായിക മന്ത്രി ആയിരിക്കുമ്പോൾ മുഹമ്മദ് അലി അന്തരിച്ചപ്പോൾ അന്നേരം അങ്ങനെയൊക്കെ പറഞ്ഞിരുന്ന ഒരാള്, ഒരു നിഷ്കളങ്കൻ എന്ന് നമുക്ക് പറയാം. ആ രൂപമൊക്കെ കണ്ട് ഭയന്നു പോകെങ്കിലും എന്താണെങ്കിലും ചിറ്റപ്പനെ ഈ വിമാനമർദ്ദനത്തിൽ, ആകാശമർദ്ദനത്തിൽ നിന്നും പാർട്ടിയും പിണറായി വിജയനും ഒക്കെ ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തിന് രക്ഷപ്പെടാനായിട്ടില്ല. അദ്ദേഹത്തിന് കോടതി അന്വേഷണം ആവശ്യപ്പെട്ടു. സർക്കാർ മാറിയല്ലോ. നമ്മളത് പറയുമ്പോൾ ഓർക്കണം, ഈ കഴിഞ്ഞ സർക്കാർ അട്ടിമറിച്ച നിരവധി കേസുകൾ, രാഷ്ട്രീയ കേസുകൾ, ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തനം, ഇപ്പൊ പിന്നെ ഇതും, ഇനി ഇതിന്റെ പുറകെ വേറെ ഇപ്പം നവീൻ ബാബുവിന്റെ
ദുരൂഹ സാഹചര്യത്തിലുള്ള മരണം. മിക്കവാറും സ്പെഷ്യൽ കോർട്ട് വെക്കേണ്ടി വരും ഇവരെല്ലാം കൂടെ, ഇവർ അട്ടിമറിച്ച കേസെല്ലാം ഇവര് എല്ലാവരും ചേർന്ന് പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന ശശിയും MR അജിത് കുമാറും ഒക്കെ ചേർന്ന് പ്ലാൻ ചെയ്ത് നിരവധി യുവാക്കളെയും എതിരാളികളെയും എല്ലാം കള്ളക്കേസിൽ കുടുക്കി, മാധ്യമപ്രവർത്തകരെ അടക്കം കള്ളക്കേസിൽ കുടുക്കിയ ഒരു കാലഘട്ടം. ആ കാലഘട്ടം എല്ലാം കഴിഞ്ഞുപോയി. അതെല്ലാം നേരെ തിരിച്ചടിക്കാൻ ഉള്ള അതെപ്പോഴും അങ്ങനെയുള്ള ഇവരെ മാഫിയ സംഘം അധികാരത്തിന് പുറത്തു പോയതിന് തൊട്ട് പിന്നാലെ തിരിച്ചടി ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതാണ്. അപ്പോൾ എന്താണെങ്കിലും ശരി, ഇപ്പോൾ ചിറ്റപ്പൻ അതായത് EP ജയരാജനെതിരായിട്ടുള്ള ആ മർദ്ദന കേസ് തുടരാൻ കോടതി അനുമതി നൽകി. ഈ അനിൽകുമാർ എന്ന് പറഞ്ഞ ഗൺമാനും അതിനകത്ത് പ്രതിയാണ്. അപ്പോൾ അതെന്തായാലും അത് മുന്നോട്ട് തന്നെ പോകും എന്നുള്ള ഒരു അവസ്ഥ. അതെ, കാലം മാറിയിരിക്കുന്നു. കാലം മാറി വരും. എപ്പോഴും അങ്ങനെയാണല്ലോ. നമ്മുടെ ഈ ചെയ്ത പ്രവൃത്തികൾക്കെല്ലാം ഉള്ള ഫലം നമുക്ക് കിട്ടുക തന്നെ ചെയ്യും. അത് കാലം മാറിക്കും. ഇപ്പം പണ്ടൊക്കെ ഒരുപാട് സമയം കഴിഞ്ഞിട്ടായിരിക്കും സംഭവിക്കുന്നത്. ഇപ്പോൾ ഉടനെ ഫലം കിട്ടുന്നു എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതുപോലെ നമ്മൾ ചിറ്റപ്പനെ വിട്ട് പത്തനംതിട്ടയിലേക്ക് വന്നാൽ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ്, മുൻ കോന്നി MLA ഒക്കെ ആയിട്ടുള്ള പത്മകുമാറിനെ ഭയന്ന് CPM ഇങ്ങനെ കിടുകിടാ വരച്ചുകൊണ്ടിരിക്കും. പത്മകുമാറിൽ ഇഷ്ടംപോലെ രഹസ്യരിപ്പുണ്ടല്ലോ. വല്ല നടപടി എടുത്താൽ ഞാൻ ശരിയായി കളയുന്നു ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ന് നമ്മുടെ കയ്യിൽ ഒരെണ്ണം കിട്ടി. രാവിലെ തന്നെ എനിക്ക് അതിന്റെ സോഴ്സ് ചെയ്യാൻ പറയുന്നില്ല, നമ്മുടെ അടുത്ത ഒരു സുഹൃത്ത് ഇത് അയച്ചു തന്നു. പത്മകുമാറിന്റെ കൈവശം ഉണ്ടായിരുന്ന രേഖയാണ്. എന്ത് മാൽ പ്രാക്ടീസാണ് പത്മകുമാർ ശബരിമലയിൽ നടത്തിയത് എന്ന് പറയുന്നു, ആ സംഭവത്തെ പൊളിക്കുന്ന ഒരു രേഖയാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അതിൻ്റെ സാങ്കത്യവും യാഥാർത്ഥ്യവും ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അതെന്താണെന്ന് ചോദിച്ചാൽ, പത്മകുമാർ സ്വർണ്ണപ്പാളി മാറ്റി അവിടെ തിരുത്തി ചെമ്പുപാളി എന്ന് മിനിറ്റ്സിൽ എഴുതി എന്നാണ് പറയുന്നത്. പൊതുവെ നമ്മളെല്ലാവരും വാർത്ത കൊടുത്തു, എല്ലാവരും വിശ്വസിച്ചിരുന്നു. അങ്ങനെ ആ മിനിറ്റ്സിന്റെ അജണ്ട നമ്പർ 30 എന്ന് പറഞ്ഞിട്ട് അതിന്റെ ആ ദേവസ്വം ബോർഡ്, അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പർമാരും ഒപ്പിട്ട ഈ മിനിറ്റ്സിന്റെ ഒരു കോപ്പിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിനകത്ത് ഒരിടത്തും സ്വർണ്ണപ്പാളി എന്ന് പറയില്ല. 1. 2, അതിനകത്തെല്ലാം ചെമ്പുപാളി എന്ന് തന്നെയാണ് പറയുന്നത്. എന്നാൽ ഇതിന്റെ വിഷയം വരുന്നതിനകത്ത് കട്ടിളപ്പാളി, അതായത് ശ്രീകോവിലിന് മുന്നിലെ കട്ടിളപ്പാളിയിലെ പിത്തള സ്വർണം പൂശുന്നത് സംബന്ധിച്ച് എന്ന് മാത്രമാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ ഈ പത്മകുമാർ ചെയ്തത് ഇത്രയേ ഉള്ളൂ. ഈ പിത്തള എന്നുള്ളതിന്റെ അടിയിൽ 2 വരയിട്ടതിന് ശേഷം അതിന് മേളിലേക്ക് മാറ്റി ചെമ്പുപാളികൾ എന്ന് എഴുതി വെച്ചു. അത് മറ്റൊന്നും കൊണ്ടല്ല, ബാക്കി തുടർന്ന് ഈ കട്ടിളപ്പാളിയെക്കുറിച്ച് പറയുന്നിടത്തെല്ലാം ചെമ്പുപാളി എന്നാണ് പ്രയോഗം വന്നിരിക്കുന്നത്. ഇത് N. വാസു തയ്യാറാക്കിയ മിനിറ്റ്സ് ആണെന്ന് പറയുന്നു. N. വാസു എന്ന സെക്രട്ടറി ദേവസ്വം കമ്മീഷണർ, അങ്ങനെ അദ്ദേഹം കൊടുത്തതാണെന്നാണ് അന്ന് പത്മകുമാർ പറഞ്ഞത്. എന്താണെങ്കിലും ശരി, ഇതിനകത്ത് ഇത്രയേ കാര്യമുള്ളൂ. പത്മകുമാർ 90 ദിവസം ജയിലിൽ കിടന്നു എന്നുള്ളതാണ് ഇതിന്റെ വിചിത്രമായ കാര്യം. പല പ്രധാന ആരോപണങ്ങളൊന്നും ഇതായിരുന്നു. അതെ, അദ്ദേഹം സ്വർണ്ണപ്പാളിയെ മാറ്റി ചെമ്പുപാളി എഴുതി വെച്ചു, ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് കൂട്ടുപിടിച്ചു. പക്ഷേ അതിശയകരമെന്ന് പറയട്ടെ, അവർ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഇതാണ് അദ്ദേഹത്തിനെതിരായിട്ടുള്ള തെളിവായിട്ട് SIT കോടതി സമർപ്പിച്ചത്. അപ്പോൾ പിന്നെ എങ്ങനെ അദ്ദേഹത്തിന് ജാമ്യം കിട്ടാതെ പോയി എന്നൊരു ചിന്ത നമ്മുടെ അടുത്ത് വരും. പക്ഷേ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു SITയുടെ അന്വേഷണത്തിൽ മറ്റെന്തെങ്കിലും കണ്ടെത്തലുകൾ ഉണ്ടോ, അല്ലെങ്കിൽ പത്മകുമാറിനെ അതിലേക്ക് നയിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഇനി കുറ്റപത്രമൊക്കെ സമർപ്പിച്ച. പക്ഷേ ഇത്രയും വന്ന് വലിയ മല പോലെ വന്നിട്ട് ഇത് എലി പോലെ പോയപ്പോൾ തന്നെ നമുക്കൊരു സംശയമുണ്ട്, ഈ SITയുടെ കയ്യിലെങ്ങും ഒരു തേങ്ങയും ഇല്ല എന്നൊരു. മാത്രമല്ല, പത്മകുമാർ അതിശക്തനായിരുന്നു, പ്രബലനായിരുന്നു. അദ്ദേഹം പത്തനംതിട്ട ജില്ലയിൽ മറ്റു നേതാക്കന്മാരെല്ലാവരും VS-നൊപ്പം നിന്നപ്പോൾ പിണറായിക്കൊപ്പം നിന്ന ഏക നേതാവാണ്. പിണറായി വിജയേട്ടൻ എന്ന് വിളിക്കാനുള്ള അടുപ്പം ഉണ്ടായിരുന്നാണ് പറയപ്പെടുന്നത്. അത്രയും പേഴ്സണൽ ബന്ധം ഉണ്ടായിരുന്ന ഒരാളാണെന്നാണ്. അതെനിക്കറിയാം. നമ്മൾ ഈ പത്തനംതിട്ട ജില്ലയുടെ ഒരു CPMന്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ആദ്യകാലം മൃഗീയ ഭൂരിപക്ഷം ഇദ്ദേഹത്തിനുണ്ടായിരുന്നു, VS പക്ഷത്തിന്. അപ്പോൾ അത് KC രാജഗോപാലിനെ പോലെയുള്ള നേതാക്കളൊക്കെ VS-നൊപ്പം നിലയുറപ്പിക്കുമ്പോൾ ഇദ്ദേഹം മാത്രം ഈ പിണറായി വിജയനൊപ്പം നിലകൊണ്ടു. അതിൻ്റെ ഒരു സ്നേഹം പിണറായി വിജയന് അദ്ദേഹത്തോടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പിണറായി വിജയൻ ആദ്യമായിട്ട് മുഖ്യമന്ത്രിയായപ്പോൾ പത്മകുമാറിന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അദ്ദേഹത്തിന് ഒരു നല്ല സീറ്റ് തന്നെ കൊടുത്തു, നല്ല ഒരു സ്ഥാനം തന്നെ കൊടുത്തു. കാരണം ദേവസ്വം ഈ ശബരിമല ബന്ധമുള്ള ഒരു കുടുംബത്തിൽ അംഗം കൂടിയാണല്ലോ അദ്ദേഹം. 60 വർഷമായിട്ട് അദ്ദേഹം ഈ പാർട്ടിയുടെ വിവിധ സ്ഥാനങ്ങളിലുണ്ട്. 38-40 വർഷത്തോളമായിട്ട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. ഒന്ന് ആലോചിച്ച്, അദ്ദേഹത്തിന് കിട്ടാവുന്ന ഏറ്റവും പരമപ്രധാനമായ പോസ്റ്റ് ഒന്നീ ജില്ലാ സെക്രട്ടറിയുടെ പോസ്റ്റ് കിട്ടണമായിരുന്നു, അല്ലെങ്കിൽ സംസ്ഥാന സമിതിയിൽ അദ്ദേഹത്തെ ഈവൻ സംസ്ഥാന കമ്മിറ്റിയിലെങ്കിലും അദ്ദേഹത്തെ എടുക്കണമായിരുന്നു. അപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തെ അദ്ദേഹത്തിന് ഇതൊന്നും കിട്ടാതെ വന്നപ്പോഴാണ് കൊല്ലം സംസ്ഥാന സമ്മേളനത്തിൽ കഴിഞ്ഞ വർഷം അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് കൊല്ലം സമ്മേളനത്തിൽ. അതെ, അവിടെ വെച്ച് അദ്ദേഹം ഞെട്ടിപ്പോയത് എന്താണ്,
ഇന്നലെ പാർട്ടിയിലോട്ട് വന്ന ആരോഗ്യമന്ത്രിയായിരുന്ന വീണ ജോർജിനെ സംസ്ഥാന സമിതിയിൽ സംസ്ഥാന കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാവാക്കിയത് അദ്ദേഹത്തിന് വളരെയധികം വേദനയുണ്ടായി. അപ്പോൾ തന്നെ അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് ഇറങ്ങുകയായിരുന്നു. അവിടുന്ന് ഇറങ്ങി. അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ജില്ലാ കമ്മിറ്റിയിലേക്ക് തരുന്നത്, ജില്ലാ സെക്രട്ടറി. അന്ന് അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയാമോ? ഞാൻ മരിക്കും വരെ പാർട്ടിക്കാരനായിരിക്കും, നിങ്ങൾ എന്നെ ബ്രാഞ്ച് കമ്മിറ്റിയിലാക്കിയാലും ഞാൻ അവിടെ നിന്ന് പ്രവർത്തിച്ചോളാം എന്ന് പറഞ്ഞു. പക്ഷെ അപ്പോൾ പോലും പത്മകുമാറിനെ തൊടാൻ ഇവർക്ക് താല്പര്യമില്ല, ധൈര്യമില്ലായിരുന്നു. പി ഗോവിന്ദനും പിണറായി വിജയനും തോമസ് ഐസക്കും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അവർക്ക് ധൈര്യമില്ല. അയാളെ ജില്ലാ കമ്മിറ്റിയിലേക്ക് മാറ്റുന്നു, തരം താഴ്ത്തുന്നു. അതിനുശേഷമാണ് ഈ സ്വർണ്ണപ്പാളി കേസ് വരുന്നതും ഇദ്ദേഹത്തെ തന്നെ കൃത്യമായിട്ട് അറസ്റ്റ് ചെയ്യും. അറസ്റ്റ് ചെയ്തതിൻ്റെ പിന്നിൽ ഈ ഒരു വിരോധം കൂടെ കാണാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ പത്മകുമാറിനെ അവർക്ക് ഇപ്പോഴും ഭയം തന്നെയാണ്. കാരണം പത്മകുമാറിനെ പുറത്താക്കുമെന്നാണ് കരുതിയിരുന്നത്. പുറത്താക്കാൻ കഴിയില്ല, കാരണം അതേ ഇപ്പോഴും പാർട്ടിയിലില്ല. അത് മെമ്പർഷിപ്പ് പുതുക്കിയിട്ടില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന കൃത്യമായ വിവരം. മെമ്പർഷിപ്പ് പുതുക്കിയിട്ടില്ലെങ്കിൽ അയാൾ പാർട്ടിയിലില്ല. പാർട്ടിയിൽ ഇല്ലാത്ത ഒരാളിന്റെ പേരിൽ സസ്പെൻഷൻ നടപടി എന്തിനാണെന്ന് മനസ്സിലാവുന്നത്. അവിടെ നടക്കും. കാരണം എന്താണെന്ന് അറിയാമോ? ഇനി അഥവാ പാർട്ടിയിൽ ഇല്ലെങ്കിൽ പത്മകുമാർ തന്നെ അപേക്ഷ കൊടുത്ത് മെമ്പർഷിപ്പ് പുതുക്കണമെന്നാണ് അവരുടെ പാർട്ടിയുടെ രീതി. പാർട്ടിയുടെ രീതി, ഘടന അങ്ങനെയാണ്. ഇനിയും നമുക്ക് ജി സുധാകരൻ പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കിയില്ല. അപ്പൊ അദ്ദേഹം ആദ്യം പാർട്ടിക്കെതിരെ സംസാരിച്ചപ്പോൾ അപ്പൊ പാർട്ടി അംഗമല്ല എന്ന് പറഞ്ഞ ഇവരാണ് അദ്ദേഹം പത്രസമ്മേളനം വിളിച്ച് പാർട്ടിയിലെ ഈ തരികിടകൾ മുഴുവൻ വിളിച്ചു പറഞ്ഞപ്പോൾ ഉടൻ അദ്ദേഹത്തെ പുറത്താക്കി. അപ്പോഴും അദ്ദേഹത്തിന് മെമ്പർഷിപ്പ് പുതുക്കിയിട്ടില്ല. മെമ്പർഷിപ്പ് പുതുക്കാത്തയാൾ എങ്ങനെ പാർട്ടി അംഗത്വം ഇല്ലാത്തയാളെ എങ്ങനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി? സെയിം അവസ്ഥ തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. പത്മകുമാർ മെമ്പർഷിപ്പ് പുതുക്കിയിട്ടില്ല. അദ്ദേഹത്തിന് പുതുക്കാൻ താല്പര്യമില്ലെന്നാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത വൃത്തങ്ങളോട് അദ്ദേഹം പറഞ്ഞത്. എനിക്ക് താല്പര്യമില്ല, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അത് ഞാൻ ആത്മകഥ എഴുതി പറയും എന്നാണ് പറഞ്ഞത്. ആത്മകഥ എഴുതി പറയുമ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യമാണല്ലോ. അതിനകത്ത് എനിക്കൊന്ന് കോടതിയും കേസും വഴക്കൊന്നും വരത്തില്ലായിരിക്കും. പക്ഷേ കോടതിയിലിരിക്കുന്ന ആ രേഖകൾ കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പുള്ളിക്കൊരു വിഷയവുമല്ല. ഇനി അഥവാ ആണെങ്കിൽ പോലും ഇതിനകത്തൊക്കെ അദ്ദേഹത്തെയൊക്കെ വെറുതെ വിടുമെന്ന്. പണ്ടാണെങ്കിൽ ഇതുപോലെ ആത്മകഥ എഴുതുമെന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ ജീവനോടെ വെച്ചേക്കില്ലായിരുന്നു പാർട്ടി. പക്ഷേ ഇപ്പോഴും അതല്ല അവസ്ഥ. പാർട്ടി താറ വീണ് കിടക്കുകയാണ്. ഇപ്പോൾ ആരും കൊല്ലാനെന്നുള്ള പഴയ ആംബിയർ ഇല്ലാത്തതുകൊണ്ട് തന്നെ പത്മകുമാർ ധൈര്യം ആത്മകഥ എഴുതാം. അദ്ദേഹം ആത്മകഥ എഴുതാൻ തീരുമാനിച്ചു എന്നറിഞ്ഞതോടെ പാർട്ടി നടപടിക്കും ഒരുങ്ങി. അപ്പോൾ ഇന്നലെ എല്ലാവരും വിചാരിച്ചത് എന്താണെന്ന് അറിയാം? അദ്ദേഹത്തെ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടുള്ള വലിയ വിഷയങ്ങൾ വരും. ഇന്നലെ പുറത്താക്കും. പക്ഷെ തോമസ് ഐസക് അടക്കം ഇന്നലെ വന്നു എന്നവർ ഉയർത്തിയ ഒരു വാദഗതി കണ്ടപ്പോൾ ചിരി വന്നു. വലിയ തമാശ. എന്താണെന്നറിയാം? അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്താണ് കാര്യം? അത് കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തിരുന്നു, അതിന് മെമ്മോ കൊടുത്തു, അതിന് മറുപടിയും തന്നിട്ടുണ്ട്. പക്ഷെ ആ മറുപടി തൃപ്തികരമല്ലാത്തതിനാൽ ഞങ്ങൾ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരിക്കും, പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കും. ശേഷം നടപടികൾ ജില്ലാ കമ്മിറ്റിക്ക് എടുക്കാൻ സാധിക്കില്ല, ഞങ്ങൾ ഉപരി കമ്മിറ്റിക്ക് കൊടുക്കും. ഉപരി കമ്മിറ്റിക്ക് കൊടുക്കുമ്പം ഒന്നീ ജില്ലാ സെക്രട്ടേറിയറ്റിൽ പോകണം, അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റിക്ക് പോകണം. അപ്പോൾ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് കൊടുത്തിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. പത്മകുമാറിനെ ഇവർ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. ചെയ്താൽ അദ്ദേഹം വിളിച്ചു പറയും എന്തൊക്കെ എവിടൊക്കെ നടന്നിട്ടുണ്ട്. ആരാണ് 2018 യുവതീ പ്രവേശന കാലത്ത് ഈ പെണ്ണുങ്ങളെ ഉടുപ്പുടിച്ച് ആണുങ്ങളെ ഉടുപ്പുടിച്ച് ആൺവേഷത്തിൽ സന്നിധാനത്ത് കൊണ്ടുവന്ന് കയറ്റാൻ ശ്രമിച്ചത്? അതിന്റെ ആരുടെ ലക്ഷ്യമായിരുന്നു? ആരായിരുന്നു അതിന്? അന്ന് പത്മകുമാറിനെയും ഐജിആറിനെയും ശ്രീയത്തിനെയും തിരുവനന്തപുരത്ത് തിരികെ വിളിപ്പിച്ചത് ആരാണ്? അവർ രണ്ടുപേരും സന്നിധാനത്ത് ഉണ്ടായിരിക്കരുത് എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുത്തായിരുന്നു. മുഖ്യമന്ത്രി അല്ലാന്ന് പറഞ്ഞാൽ അദ്ദേഹം കൈയൊഴിഞ്ഞു എന്നാണ് പറയുന്നത്. പക്ഷേ അതിനുള്ള സാധ്യത കാണുന്നില്ല. പിന്നെ ദേവസ്വം ബോർഡിന്റെ കമ്പ്യൂട്ടർ വർക്ക് മുഴുവൻ ആർക്കൊക്കെ കൊടുക്കണമെന്ന കാര്യം ആവശ്യപ്പെട്ടിരുന്നു പറയപ്പെടുന്നുണ്ട്. ഇവരൊക്കെ കണ്ടവിടെ സ്ഥാപനം അതിലൊക്കെ ഉപരി ഒരാളെ മേൽശാന്തിയാക്കണമെന്ന് ദേവസ്വം മന്ത്രി ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് അദ്ദേഹത്തിന്. അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. അപ്പൊ ഈ ദേവസ്വം മന്ത്രി ആയിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ ആരെയാണ് ഇത് മേൽശാന്തിയാക്കാൻ പറഞ്ഞത്? അത് എങ്ങനെ നടക്കുമെന്നുള്ളത് നിങ്ങൾക്ക് ആ ലിസ്റ്റിനകത്തേക്ക് ഇഷ്ടപ്പെട്ടവരെ തരിക. ബാക്കി വരുന്നതൊക്കെ എന്താ പറയുന്നത്, നറുക്കെടുപ്പ്. അങ്ങനെ ഉണ്ടെങ്കിൽ നറുക്കെടുത്ത് കിട്ടുന്നവരുടെ കയ്യിൽ നിന്ന് കാശ് മേടിക്കുന്നുണ്ടാവും. അതായിരിക്കും ചിലപ്പോൾ ഇവര് ഒരാളെ കയറ്റിവിടാം. ചുമ്മാ അല്ലേ ഒരാളെ കയറ്റിവിടത്തില്ല. ഈ നറുക്കെടുപ്പിലൂടെ ഒരിക്കലും നടക്കില്ല. കാരണം 2 കുടങ്ങളിലാണ്. ഒന്ന് മേൽശാന്തി എന്ന് എഴുതിയ, ഇപ്പൊ 10 പേരുണ്ടെങ്കിൽ 10 ചുരുള്, 10 പേരുണ്ടെങ്കിൽ 11 ചുരുള്. അതിൽ 1 മേൽശാന്തി എന്ന് എഴുതിയിടും, ബാക്കി 10 എണ്ണവും ഫ്രീ ആയിട്ടിടും. അത് ഇപ്പുറത്തും അങ്ങനെ തന്നെ. അപ്പോൾ ഓരോരുത്തരുടെ പേര് ഇങ്ങോട്ട് എഴുതിയിട്ടേക്കുന്നവരുടെ പേര് ഇങ്ങോട്ട് എടുത്ത് ഇത് തമ്മിൽ ഇത് ചെയ്ത് നോക്കുമ്പോൾ അതിനകത്ത് മേൽശാന്തി എന്ന് എഴുതിയ ആളുടെ കുറി കിട്ടുകയും ഇപ്പുറത്തുനിന്ന് എടുക്കുകയും ചെയ്യുമ്പോൾ കിട്ടുന്ന ആളെയാണ് മേൽശാന്തി. ഇത് തന്നെയാണ് ശബരിമലയിലും മാളികപ്പുറത്തും വർഷങ്ങളായിട്ട് നടന്നു പോരുന്ന നറുക്കെടുപ്പ്. പിന്നെ എങ്ങനെ ഒരു മേൽശാന്തിയെ ഇവർക്ക് അട്ടിമറിച്ച് നിയമിക്കാൻ കഴിയും? അതെനിക്ക് മനസ്സിലാവും. ഏതായാലും പത്മകുമാറിന്റെ ആത്മഹത്യയിൽ ഇതിന്റെ വളരെ വിശദമായ കാര്യങ്ങൾ കാണുമായിരിക്കും. അതല്ലെങ്കിൽ ഇവർ പത്മകുമാറിന്റെ പേരിൽ നടപടി താമസയെ പിൻവലിക്കും.
പത്മകുമാറിനെതിരെ ഒരു നടപടി എടുക്കാനുള്ള സാധ്യത കാണുന്നില്ല. അദ്ദേഹത്തിന്റെ ആത്മകഥ ആണ് അവരെ ഇപ്പൊ പ്രകോപിപ്പിച്ചിരിക്കുന്നതും ഭയപ്പെടുത്തുന്നതും. അത് ഭയമുള്ളവർ മാത്രമേ അദ്ദേഹത്തിന് വേണ്ടി നിലകൊള്ളത്തുള്ളൂ. അല്ലാത്തവർക്ക് ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. ഈ രാജു എബ്രഹാം ഒക്കെ ഒരുമാതിരി ഒഴുക്കം മട്ടിലാണ് പോകുന്നത്. ഈ രാജു എബ്രഹാമിനോട് തന്നെ മാധ്യമപ്രവർത്തകർ നേരത്തെ വിളിച്ച് പേഴ്സണലായിട്ട് ചോദിച്ചതാണ്, ഇദ്ദേഹം മെമ്പർഷിപ്പ് പുതുക്കിയില്ലല്ലോ. അപ്പൊ അദ്ദേഹം പറഞ്ഞു പുതുക്കി. അപ്പൊ നമ്മളൊക്കെ അറിഞ്ഞത് പ്രകാരം മെമ്പർഷിപ്പ് അദ്ദേഹം പുതുക്കിയിട്ടും ഇല്ലെന്നും അല്ല, പുതുക്കേണ്ടത് ജില്ലാ കമ്മിറ്റിയായ അദ്ദേഹത്തിന്റെ ഘടകമായിട്ടുള്ള ജില്ലാ കമ്മിറ്റിയാണ്. അവിടെ മെമ്പർഷിപ്പ് അപേക്ഷ സ്ക്രൂട്ടണിക്കുള്ള അപേക്ഷ ചെന്നിട്ടില്ല, പുതുക്കിയിട്ടുമില്ല. അവിടെ നിന്ന് സംസ്ഥാന കമ്മിറ്റിക്ക് പോയ ജില്ലയിലെ മെമ്പർമാർ പാർട്ടിയിൽ ഇല്ലാത്ത ഒരാളിനെ പിടിച്ച് നടപടി എടുക്കുക എന്നുള്ളതാണ് സംഭവം. അതെ, അത് ഒരു മുഖം രക്ഷിക്കൽ നടപടിയാണ്. അതിന്റെ കാരണം ഇവർ തന്നെ പറയുന്നുണ്ടല്ലോ. ഇത് അന്ന് പത്മകുമാറിനെതിരെ നടപടി എടുക്കേണ്ടിയിരുന്നു, അന്ന് എടുക്കാത്തത് കൊണ്ടാണ് ഇന്നിപ്പോ പാർട്ടിക്ക് തിരിച്ചടി നേരിട്ടതെന്നാണ് പിന്നീട് ഉള്ളവർ പറയുന്നത്. അപ്പോൾ നമ്മൾ പത്മകുമാറിൽ നിന്ന് തിരിച്ച് നമ്മൾ യഥാർത്ഥ വിഷയത്തിലേക്ക് വരാം. നമ്മൾ ഇന്ന് പ്രധാനപ്പെട്ട ഒരു വിഷയം CPM-ന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള MA ബേബിയും കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള മുൻ മന്ത്രിയുമായിട്ടുള്ള P രാജീവും ഒരേ വേദിയിൽ രണ്ടവസരങ്ങളിലായിട്ട് ഒരേ തരത്തിലുള്ള അഭിപ്രായം പറഞ്ഞിരിക്കുന്നു. ശ്രദ്ധിക്കുക, അവർ രണ്ടുപേരും സൈദ്ധാന്തിക ഭാഷ ഉപേക്ഷിക്കുകയും സാധാരണക്കാരൻ മനസ്സിലാകുന്ന ഭാഷയിൽ എന്താണ് സംസാരിച്ചിട്ടുള്ളത് രണ്ടുപേരും. ബേബി പറഞ്ഞ എന്താണ്? MP ഗോവിന്ദന്റെ ഭാര്യ സ്ഥാനാർത്ഥിയായി ബന്ധപ്പെട്ടാണ്. അതെ, അതായത് ആ കാര്യത്തിൽ അദ്ദേഹം സ്വയം ഔചിത്യം, അതാണ് വാക്ക്. പേര് പറഞ്ഞില്ല, സ്ഥാനാർത്ഥി നിർണയത്തിൽ ഔചിത്യം കാട്ടേണ്ടിയിരുന്നു. ഗോവിന്ദന്റെ പേരെടുത്ത് പറയുന്നില്ല. അവിടെ ഈ മലപ്പുറത്ത് നടന്ന EMS അനുസ്മരണ ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് രണ്ടുപേരും പങ്കെടുത്തത്. എന്തോ സെമിനാർ ഉണ്ടായിരുന്നു. ഇത്രയും മഹാനായ ഒരു മനുഷ്യനെ കുറിച്ച് ഉള്ള ഒരു സെമിനാറിലാണ് ഈ ഫൗള് കാണിച്ചവന്മാരെ കുറിച്ച് MV ഗോവിന്ദനെ കുറിച്ച്, സംസ്ഥാന സെക്രട്ടറിയെ കുറിച്ച് അദ്ദേഹം, ദേശീയ ജനറൽ സെക്രട്ടറി പറയുന്നത്. അതെ, അപ്പൊ വേറൊരു കാര്യം കൂടെ അദ്ദേഹം പറയുന്നുണ്ട്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും ബന്ധുക്കളെ നമുക്ക് തിരിച്ചടി നേരിട്ടു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കാരുടെ ബന്ധുക്കളായിട്ട് മത്സരിച്ചവരെല്ലാം തോറ്റുപോയി. അപ്പോഴെങ്കിലും നമ്മൾ ജനഹിതം മനസ്സിലാക്കേണ്ടിയിരുന്നു. അത് നമ്മൾ ചെയ്തു. ജനഹിതം മനസ്സിലാക്കാൻ ജനങ്ങളുമായിട്ട് ബന്ധമില്ലല്ലോ. മുതലാളിമാരവർ മാത്രം ചങ്ങാത്തമുള്ള പാവപ്പെട്ടവർ ചെന്ന് അടിച്ചോടിക്കുന്ന അവസ്ഥയിലെ നേതാക്കന്മാരായി മുഴുവൻ മാറിയത്. ഒരു സിനിമയിൽ ചോദിക്കുന്നുണ്ടല്ലോ, പാവപ്പെട്ട മുതലാളിമാർക്ക് കൂടെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. ഇവരെല്ലാം മുതലാളികൾക്ക് വേണ്ടി അങ്ങ് കാലി പിടിച്ച് കിടക്കണ്ടേ. കാരണം ഇവരെയൊക്കെ മക്കൾക്ക് ജോലി കൊടുത്തിട്ടുള്ളത് ഈ മുതലാളിയാണ്. അതെ, അപ്പൊ അതുകൊണ്ട് മുതലാളി പണക്കാൻ പറ്റില്ല. അത് ശരി, അതൊരു വ്യക്തിപരമായ പ്രശ്നം. പക്ഷേ സാധാരണക്കാരൻ വല്ലപ്പോഴും താട്ടിറങ്ങി നോക്കണ്ടേ. ഈ ദന്തഗോപുരത്തിൽ ഇരുന്നുകൊണ്ട് താഴെ നടക്കുന്ന പാവപ്പെട്ടവന്റെ ഒരു ആവശ്യം കാട്ടല്ലേ പുച്ഛിച്ച് കൂടെ തള്ളുക എന്നുള്ളത് പരസ്യമായി പുച്ഛിക്കുന്നതായിരുന്നു ഇവരുടെ പലരുടെ നേതാക്കന്മാരുടെ പ്രതികരണങ്ങൾ. ഇനി രാജീവിന്റെ പ്രതികരണം. അല്ല, ബേബി അതിനകത്ത് വെള്ളാപ്പള്ളിയെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വെള്ളാപ്പള്ളിയെ കുറിച്ച് പറഞ്ഞത് വെള്ളാപ്പള്ളിയുടെ സംഭവം എല്ലാവർക്കും പറയാമല്ലോ. ആർക്കും നെഞ്ചത്ത് ഒരാളാണ് വഴി കിടന്ന ചെണ്ടയുടെ അവസ്ഥയിലേക്ക് എത്തി. അത് അവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത്. അപ്പൊ അതായത് ഈ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള പ്രസ്താവനകൾ, അതുപോലെയുള്ള കാര്യങ്ങൾ, ഇതെല്ലാം തിരിച്ചടിയായി എന്നുള്ളതാണ്. അപ്പോൾ പ്രധാനമായിട്ടും ഈ പറയുന്ന സ്ഥാനാർത്ഥി നിർണയം, ഇയാളുടെ ഭാര്യയെ അവിടെ വെച്ചത് ഇപ്പം കണ്ണൂരിൽ എന്തുകൊണ്ട് PK ശ്യാമളയെ തളിപ്പറമ്പിൽ മത്സരിപ്പിച്ചാക്കി, അതിന് എല്ലാവരും പറയുന്ന കുറ്റം ആരുടെയാണ്? പാർട്ടിയുടെ കുറ്റമാണ്. പാർട്ടി എന്ന് പറഞ്ഞാൽ അദൃശ്യമായ ഒന്നാണല്ലോ. പാർട്ടി എന്ന് പറയുന്നത് അമൂർത്തമായ ഒരെണ്ണമാണ്. ഈ പാർട്ടിയില് ആര് കൊണ്ടുവന്നു എന്ന് ചോദിച്ചാൽ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി ശുപാർശ ചെയ്ത കണ്ണൂർ ജില്ലാ കമ്മിറ്റി ശുപാർശ ചെയ്ത സ്ഥിതിക്ക് ഞങ്ങൾ സംസ്ഥാന കമ്മിറ്റിക്ക് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ അരൂപികളാണ്. ബഷീറിന്റെ ഭാഷ പറഞ്ഞാൽ അരൂപികളാണ് എല്ലാം തീരുമാനിക്കുന്നത്. അരൂപികൾ വരുന്നു. കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലുള്ളവരെ ആ നല്ല മനസ്സിനെ നമ്മൾ ഒരിക്കലും വേദനിപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു? ആന്തൂരിൽ സാജന്റെ മരണത്തിന് ഉത്തരവാദിയായിട്ടുള്ള ഒട്ടനവധി ആരോപണങ്ങൾ നേരിട്ടിട്ടുള്ള MV ഗോവിന്ദന്റെ ഭാര്യയായിട്ടുള്ള, മാത്രമല്ല CPM-ൽ വേറൊരു ചരിത്രവും കൂടെ ഉണ്ട്. CPM-ൽ ആദ്യമായിട്ടാണ് ഒരു നേതാവ് സ്വന്തം മണ്ഡലം കഴിയുമ്പോൾ ഭാര്യ സ്ഥാനാർത്ഥിയാക്കുന്നത്. വേറെ ഇപ്പൊ EMS നായനരും അല്ലെങ്കിൽ ഈ VS-ഉം ഇവരെല്ലാവരും സ്ഥാനം കഴിഞ്ഞപ്പം ആ മണ്ഡലത്തിലേക്ക് സ്വന്തം ഭാര്യ മക്കളെ അവരാരും കൊണ്ടുവന്നില്ല. ബിന്ദുവിനെ ആക്കിയായിരുന്നു. പക്ഷേ അദ്ദേഹം MP ആയിരുന്നില്ലേ, വിജയരാഘവൻ? അല്ല, വിജയരാഘവൻ അന്ന് പാർട്ടി സെക്രട്ടറി, ചുമതല താൽക്കാലിക സെക്രട്ടറി ആയിരുന്നു. അത് കണ്ടിട്ടാണ് ഇതിന് മുതിർന്നത്. മൂന്നാം ഭരണം വരുമെന്നും മന്ത്രിയാകാമെന്നും അവർ കരുതി. അല്ല, സ്ഥാനാർത്ഥിയായിട്ടുള്ള താൽക്കാലിക സെക്രട്ടറി ആയിട്ടുള്ള വിജയരാഘവന് ഭാര്യ ബിന്ദുവിനെ പിന്നെ മന്ത്രിയാക്കാമെങ്കിൽ സെക്രട്ടറി ആയിട്ടുള്ള കണ്ണൂർ സഖാവായ സൈദ്ധാന്തിക ഭാഷ അറിയാന്നുള്ള എനിക്കായിക്കൂടെ പാവം ഗോതം ഭാഷ ചിന്തിച്ചു പോയി. അപ്പൊ മാത്രമല്ല, തളിപ്പറമ്പ് എന്ന് പറഞ്ഞ ഏറ്റവും സേഫസ്റ്റ് ആണല്ലോ. ആ സേഫസ്റ്റ് മണ്ഡലത്തിൽ എനിക്കിത് ചെയ്തുകൂടെ എന്ന് കരുതിയാണ് അദ്ദേഹം ആ പണിക്ക് വന്നത്. എന്താണെങ്കിലും അത് ബേബി സഖാവ് പറഞ്ഞിരിക്കുന്നു. അപ്പോഴും ഗോവിന്ദന്റെ പേര് പറയാൻ പേടിയാണ്. അപ്പോ നമ്മുടെ മറ്റേ തൈത്താന്തിക സഖാവ് എന്തോ പറഞ്ഞു, പി രാജു പറഞ്ഞിരിക്കുന്നത് LDF അല്ലാതെ വേറെ ആര് എന്നുള്ള ചോദ്യം ബോർഡ് കണ്ടപ്പോൾ അപകടമായി. നമുക്ക് അമിത ആത്മവിശ്വാസവും അഹങ്കാരവും ഉണ്ടായി എന്നാണ് അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ. പക്ഷെ അദ്ദേഹം ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ആ LDF അല്ലാതെ ആരാണെന്നുള്ള ഒരു വലിയ ഫോട്ടോയും കൂടെ ഉണ്ടായിരുന്നു.
അതിനെക്കുറിച്ച് പറയുന്നില്ല. ആ വ്യക്തിയെ കുറിച്ചൊന്നും പറയുന്നില്ല. ഇല്ല, ഇത് നമ്മൾ മുമ്പേ പറഞ്ഞ ബേബി സഖാവ് പറഞ്ഞില്ല, സെക്രട്ടറിയുടെ പാർട്ടി സെക്രട്ടറി എന്നേ പറഞ്ഞുള്ളൂ, എം വി ഗോവിന്ദന്റെ പേര് പറഞ്ഞില്ല. അതെ, ഇവിടെ രാജീവ് സഖാവും പറയുന്നില്ല, മുദ്രാവാക്യം പറഞ്ഞു, മുദ്രാവാക്യം താഴെയുള്ള തലയുടെ കാര്യം പറയുന്നില്ല. ഇല്ല, ആ വലിയ തലയും ഈ പറഞ്ഞ മറ്റാരെ LDF അല്ലാതെ എന്നുള്ള ബോർഡും ഇത് തന്നെയാണ് പരാജയത്തിന് കാരണമെന്ന് രാജീവ് സഖാവ് പറഞ്ഞിരിക്കുന്നു. വെള്ളാപ്പള്ളി അദ്ദേഹം വെള്ളാപ്പള്ളിയും ചീത്ത വിളിക്കുന്നുണ്ട്. വെള്ളാപ്പള്ളിയെ ചീത്ത വിളിക്കുന്നത് കൂടാതെ നമുക്ക് നമ്മുടെ വികസന നേട്ടം മാത്രം നമ്മളെ അഹങ്കാരത്തിലെത്തിച്ചു. നമ്മൾ ജനങ്ങളുടെ ആ ഒരു എതിരഭിപ്രായം നമ്മൾ മാനിച്ചില്ല, ജനങ്ങളിൽ നിന്ന് നമ്മൾ അകന്നു. അത് ഇപ്പോ പച്ചയ്ക്ക് പരമാർത്ഥം പറഞ്ഞു വരുന്നു. പക്ഷെ അതിനും ഒരു ഒളിവും മറവും വേണം എന്നുള്ള അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ ചെന്ന് നിൽക്കുന്നത്. അപ്പൊ അവർക്ക് രണ്ടുപേരും പറഞ്ഞുകൊണ്ട് ഇവർക്ക് നേരം വെളുത്തു പോയെന്നാണ്, ഇവർക്ക് ചിന്ത ബുദ്ധി വന്നപ്പോൾ നേരം വെളുത്തു പോയെന്നുള്ളതാണ്. അല്ല, ഇവർ രണ്ടുപേരും പറഞ്ഞു വെച്ചത് എന്താണെന്ന് അറിയാമോ? ഈ പറഞ്ഞ ഓരോരുത്തരും, ഒരാൾ പറയുന്നു പിണറായി വിജയന്റെ മുഖം വന്നതാണ്, മറ്റേ ആൾ പറയുന്നു മറ്റേ ഭാര്യ നിർത്തി. ഈ സംഭവമാണ് പോളിറ്റ് ബ്യൂറോ തള്ളിയത് എന്ന് ഇവർ പറയുന്നത്. പോളിറ്റ് ബ്യൂറോയിൽ പിണറായി വിജയന് വേണ്ടി വോട്ടെടുപ്പ് നടന്നിട്ടില്ല, പ്രതിപക്ഷ നേതാവിന് വേണ്ടി നടന്നിട്ടില്ല എന്നുള്ളത് ബേബി സഖാവ് ഇന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അതിനകത്ത് ഓൺലൈനിലൂടെ ചേർന്ന് അവൈലബിൾ പോളിറ്റ് ബ്യൂറോ ചേർന്നപ്പം രക്ഷയില്ല വന്നപ്പം വീണ്ടും എല്ലാവരും കൂടെ ചേർത്ത് കൈപൊക്കി പിണറായി വിജയന്റെ കൂടെ പുള്ളിയുടെ പേരും വന്നു, അല്ലെ ഭൂരിപക്ഷം കുറഞ്ഞാലോ, അതുകൊണ്ട് അങ്ങനെയും വന്നു. അദ്ദേഹം അങ്ങനെ ആ പ്രതിപക്ഷ നേതാവിന്റെ ഇമ്മ്യൂണിറ്റി വീണ്ടെടുക്കണം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ എന്തെങ്കിലും ഒരു ഇമ്മ്യൂണിറ്റി ഇല്ലെങ്കിൽ മോൾ അകത്തു പോകും, അല്ലെ മോളെ പെട്ടെന്ന് അവർ കൊണ്ടുപോക്കളയും. അങ്ങനെ ജനങ്ങളെ പേടിയുണ്ടല്ലോ, ജനങ്ങളെ പേടിക്കണമല്ലോ. ഈ പോലീസ് പട്ടാളമല്ലാതെ യാത്ര ചെയ്യാൻ പറ്റില്ലല്ലോ. എന്തായാലും ഈ നമ്മള് ചില സിനിമയിലൊക്കെ കടങ്കഥ പറയുന്ന പോലെ ഇങ്ങനെയുള്ള ആളാണ്, പിന്നെ എന്താ പോസ്റ്ററിൽ LDF അല്ലാതെ മറ്റാരെന്ന് പറയുന്നതിന്റെ താഴെ പടം വന്ന ആളാണ്, ഭാര്യയെ നിർത്തിയ ആളാണ് എന്നൊക്കെയുള്ള ഈ കടങ്കഥ പറയാതെ നേർക്ക് നേരെ നിന്ന് പറയാനുള്ള ആർജവം ഈ സഖാക്കന്മാർ കാണിക്കണം. പിണറായി വിജയനാണ്, MV ഗോവിന്ദനാണ് ഈ തോൽവിക്ക് കാരണം. ഇത്ര ഭീകരമായ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിക്ക് സംസ്ഥാന സെക്രട്ടറിയുടെ പേര് പറയാനുള്ള ധൈര്യം ഇല്ലാന്നുള്ള പ്രത്യേക ഓർത്തമാണ്. അവരെ ആണുങ്ങൾ ഇരുന്ന കസേരയാണ് അതുവരെ. സുഹൃത്ത് മുതൽ EMS തൊട്ട് എത്രയോ മഹാന്മാരുന്ന കസേരയാണ് പിന്നെ CPM ദേശീയ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത്. എന്തായാലും CPM കുറിച്ച് പറയരുത് എന്ന് നമ്മൾ മിക്ക ദിവസവും നമ്മൾ വിചാരിക്കും. പക്ഷേ എന്ത് സംഭവിക്കുന്നത്? CPM കുറിച്ച് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇന്നത്തെ ഈ ഒരു ദിവസവും അവരെക്കുറിച്ച് മാത്രം പറയേണ്ടി വന്നു. അതിൽ ഞങ്ങൾക്ക് അതിയായ ഖേദമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം, ചർച്ച ചെയ്യാവുന്ന ഒരു നമ്മളെ കേരള സമൂഹത്തിലോട്ട് നോക്കിയാൽ ആകെപ്പാടെയുള്ള ചർച്ചയ്ക്ക് ഏതായാലും സൈദ്ധാന്തികന്മാർ താഴേക്ക് ഇറങ്ങി വന്നു എന്നുള്ളത് സന്തോഷമാണ്. അതുകൊണ്ട് ഇവരൊക്കെ സാധാരണക്കാരെ പക്ഷേ സംസാരിച്ചു തുടങ്ങി, മണ്ണിലേക്ക് ഇറങ്ങി വരുന്നു. കുറച്ച് ദിവസം ദൈവങ്ങളായിരുന്നവരാണ് അവരെല്ലാം താഴേക്ക് ഇറങ്ങി വന്നിരിക്കുന്നത്. തലയ്ക്ക് അടി കിട്ടി ബോധം കെട്ടുപോയതാണ്. ഇപ്പൊ ബോധം തെളിഞ്ഞു വരുന്നുണ്ട് എന്നറിഞ്ഞ് വളരെ സന്തോഷം. നന്ദി, നമസ്കാരം.